മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിന്റെ സന്ദർശനം വഴി അടുത്ത കാലത്ത് വളരെ ജനശ്രദ്ധയാകർഷിച്ച ഒരു ക്ഷേത്രമാണ് കണ്ണൂരിലെ ഇരിക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന മാമനിക്കുന്ന്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാമനിക്കുന്ന്. ദുർഗ ഭദ്രകാളി ഭാവത്തിലാണ് പരാശക്തിയുടെ പ്രതിഷ്ഠ. ശിവൻ, ക്ഷേത്രപാലൻ, ശാസ്താവ്, നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. തൊഴിലിടങ്ങളിലും മറ്റും അകാരണമായി വരുന്ന മാർഗ തടസ്സങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് മോഹൻലാൽ മാമനിക്കുന്ന് ക്ഷേത്രം സന്ദർശിച്ചത്. മാമനിക്കുന്ന് ക്ഷേത്രത്തിലെ പ്രശസ്തമായ മറികൊത്തൽ എന്ന വഴിപാട് കഴിച്ച ശേഷമാണ് ക്ഷേത്രത്തിൽ നിന്ന് മോഹൻലാൽ മടങ്ങിയത്. ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന ചടങ്ങാണ് മറികൊത്തൽ. ഉരിച്ച തേങ്ങ കൊത്തുന്നതാണ് ചടങ്ങ്. ഉഗ്രരൂപത്തിൽ ദേവി കുടിയിരിക്കുന്ന ക്ഷേത്രമെന്നാണ് മാമനിക്കുന്നിന്റെ ഐതിഹ്യം. 1980 വരെ കോഴിയറവ് പതിവായിരുന്നു ഈ ക്ഷേത്രത്തിൽ. ദുരാത്മാക്കളെ അകറ്റാൻ പ്രത്യേക വഴിപാടുകൾ നടത്തിയ ശേഷമാണ് മോഹൻലാൽ ക്ഷേത്രം വിട്ടത്. പരാശക്തി എന്നറിയപ്പെടുന്ന ഇരിക്കൂർ മാമനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഈ ആചാരം. എന്തായാലും മാമനിക്കുന്ന് ക്ഷേത്രത്തിൽ മറികൊത്തൽ ചടങ്ങ് നടത്തിയത് വളരെയധികം ഫലപ്രദമായെന്നും ദേവിയുടെ ശക്തി അതിശയകരമാണെന്നുമാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ആരാധകർ പറയുന്നത്. ഇതുവരെ സുഹൃത്ത് എന്ന വ്യാജേനെ ഒളിച്ചിരുന്ന് മോഹൻലാലിനെതിരെ ചില കഞ്ചാവ് സിനിമക്കാരുടെ ഗ്യാങ്ങിന്റെ മറവിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്ന പലരുടെയും തനിനിറം ദേവി തന്നെ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് താരത്തിന്റെ ആരാധകർ അവകാശപ്പെടുന്നത്. നേരിട്ട് വരുന്ന ശത്രുക്കളെ എതിരിടാൻ എളുപ്പമാണ്, കാരണം ശത്രു ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ. എന്നാൽ സുഹൃത്ത് എന്ന രീതിയിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെയാണ് നമ്മൾ പേടിക്കേണ്ടതെന്ന് പൊതുവെ പറയാറുണ്ട്. നേരിട്ട് കാണുമ്പോൾ ചിരിച്ച മുഖമായി പ്രത്യക്ഷപ്പെടുകയും നമ്മൾ അറിയാതെ നമുക്ക് പാരവയ്ക്കുകയും ചെയ്യുന്ന പലരും ഉണ്ടാകാം നമ്മുടെ സൗഹൃദ വലയത്തിൽ. പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ലാതെ ആരെയെങ്കിലും സംശയിക്കുന്നതും ശരിയല്ലല്ലോ. എന്നാൽ ജീവിതത്തിൽ അകാരണമായ പല പ്രതിസന്ധികളും നേരിടുമ്പോൾ, എന്താണ് പ്രശ്നങ്ങളെന്ന് അറിയാതെ ഉഴറുമ്പോൾ, നമ്മുടെ യുക്തിക്ക് നിർണ്ണയിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ ആശ്രയിക്കാൻ ആദിപരാശക്തിയല്ലാതെ ആരാണുള്ളത്? അമ്മയുടെ തിരുസന്നിധിയിൽ തൃപ്പാദങ്ങളിൽ എല്ലാം മറന്ന് ഒരു കുഞ്ഞിനെ എന്ന പോലെ സ്വയം സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അമ്മ നോക്കിക്കൊള്ളും. അത്തരത്തിൽ വളരെയധികം ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് കണ്ണൂരിലെ ഇരിക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന മാമനിക്കുന്ന് ദേവി ക്ഷേത്രം. ക്ഷേത്രത്തിൽ മോഹൻലാൽ നടത്തിയ സന്ദർശനം ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ ശത്രുവിനെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഭക്തജനങ്ങൾക്ക് അത് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ദേവി.